പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 7ാമത്തെ ദിവസത്തിലേക്ക് സമർപ്പണ പ്രാർത്ഥന എത്തിയിരിക്കുകയാണ്. എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ കർത്താവായ യേശു നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവത്തിൽ നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദിയോടെ സ്തുതിക്കണം, ആരാധിക്കണം. ഹല്ലേലൂയ. നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. കർത്താവായ യേശുവേ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത സകല കാര്യങ്ങളോട് നന്ദി പറയും. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പൊന്നുകർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലല്ലോ കർത്താവേ. നന്ദി പറയുകയാണ്, ആരാധിക്കുകയാണ് കർത്താവേ. അങ്ങേക്ക് മഹത്വം നൽകുന്നു. യേശുവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും എന്താണെന്ന് അറിയില്ല, നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് വരാറുണ്ട്. അല്ലെങ്കിൽ സന്തോഷം വളരെ കുറച്ച് സമയം മാത്രം. അതൊരു പക്ഷേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോഴായിരിക്കാം, ഒരു മൂവി കാണുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൂറിന് പോകുമ്പോഴായിരിക്കാം. ആ സമയങ്ങളിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ
അത് കഴിഞ്ഞാൽ പിന്നെ സന്തോഷം എങ്ങോട്ട് പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുന്നു, സങ്കടമാകുന്നു, നിരാശപ്പെടുന്നു, തളർന്നു പോകുന്നു, ഭയങ്കരമായ ഭാരം, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ളവരാണോ നിങ്ങളെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. കർത്താവ് ഇന്ന് നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി പോവുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കാൻ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ, നമുക്ക് കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. അതായത് ആ സന്തോഷം, കർത്താവ് പറഞ്ഞാൽ ഈ സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുകയില്ല. ഞാൻ തരുന്ന സന്തോഷം ലോകം തരുന്നത് പോലെയല്ല. ആ സന്തോഷം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. കണ്ടോ, ലോകം തരുന്ന സന്തോഷം ലിമിറ്റഡാണ്, ദൈവം തരുന്ന സന്തോഷം അൺലിമിറ്റഡാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യം ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് വാറണ്ടി, അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ്, അൺലിമിറ്റഡ് ഫുഡ്, അൺലിമിറ്റഡ് റൈസ്, ഇങ്ങനെ എല്ലാം അൺലിമിറ്റഡിൻ്റെ ഒരു കാലമാണിത്. കർത്താവ് പറയുകയാവും, നൂറ്റാണ്ടുകൾക്ക് മുന്നേ കർത്താവ് എഴുതി വെച്ചിരിക്കുക, ഞാൻ തരുന്ന ലോകം തരുന്ന പോലെയല്ല, ഞാൻ തരുന്ന സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയാൻ കഴിയില്ല. അത് അൺലിമിറ്റഡാണ്. അൺലിമിറ്റഡ് ലവ്, അൺലിമിറ്റഡ് ഹാപ്പിനെസ്, അൺലിമിറ്റഡ് പീസ്, ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ബൈബിൾ എടുക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 74 തിരുവചനം. അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും, എന്തെന്നാൽ അങ്ങയുടെ വചനത്തിനാണല്ലോ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്. അങ്ങയുടെ ഭക്തർ എൻ്റെ മുഖം കണ്ട് സന്തോഷിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വണ്ടി ഷോറൂമിൽ കൊടുത്ത് ഓട്ടോയ്ക്ക് വരുന്ന സമയത്ത് ആ ഓട്ടോക്കാരൻ എന്നോട് പല കാര്യങ്ങളും ചോദിക്കാൻ, എവിടെ പോയതാണ്, ഞാൻ പറഞ്ഞ വണ്ടി കൊടുക്കാൻ പറ്റും, എന്താണ് കാര്യം, അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇദ്ദേഹം എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് എൻ്റെ സ്ഥലത്തെത്തി ഞാൻ ഇറങ്ങി പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അധികം ആരോടും സംസാരിക്കാറില്ല, പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ എന്തോ എനിക്ക് സംസാരിക്കാൻ തോന്നി. നിങ്ങളുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്. ഇതുവരെ ഞാൻ ഇങ്ങനെ ആരെയും കണ്ടിട്ടില്ല, ഇത്രയും സന്തോഷിച്ച് ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആരോടും സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളോട് സംസാരിച്ചത്. ഇത്രയും സമയം നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ വേദനയിൽ, അല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ചില പേഴ്സണൽ അല്ലെങ്കിൽ ഫാമിലി വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അസ്വസ്ഥയിലായിരിക്കാം. ആ സമയത്തായിരിക്കാം ഓട്ടോയിൽ കയറിയതും കണ്ടതുമൊക്കെ. പക്ഷെ അവിടെ വെച്ച് കർത്താവ് തൊട്ടു. ഈ വചനം എത്രയോ സത്യമാണ്. അങ്ങയുടെ ഭക്തർ എൻ്റെ മുഖം കണ്ട് സന്തോഷിക്കും, എന്തെന്നാൽ അങ്ങയുടെ വചനത്തിലാണല്ലോ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത്. കണ്ടോ, നമ്മളെ കണ്ട് എത്ര പേര് സന്തോഷിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുഖം കണ്ട് എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണോ? നമ്മളെ കണ്ട് കഴിഞ്ഞാൽ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ, നമ്മളെ കണ്ട് കരയുകയാണോ, അല്ലെങ്കിൽ നമ്മളെ കണ്ട് ദേഷ്യപ്പെടുകയാണോ? നമ്മളെ കണ്ട് സന്തോഷിക്കണം. ദൈവ മക്കളെ കണ്ട് സന്തോഷിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അല്ലെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 4 തിരുവചനം എന്താ പറയുന്നത്? നിങ്ങളെപ്പോഴും കർത്താവിൽ സന്തോഷിക്കും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കും. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗെയിൻ ഐ വിൽ സേ റിജോയ്സ്. ഉണ്ടോ? ഇത് പറയാൻ പൗലോസ്ലീഹയ്ക്ക് കഴിഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ടാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വേദനകളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ ഭാരങ്ങളിലും എല്ലാം നമ്മൾ സന്തോഷിച്ചിരിക്കും. അത് ദൈവത്തിൻ്റെ കൃപയാണ്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന് 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളെപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുകയും, ഇതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നമ്മളെപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗൈൻ ഐ വിൽ സേ റിജോയ്സ്. ഉണ്ടോ? ഇത് നമുക്ക് പറയാൻ പറ്റണം. നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തത് കാണും. ഈ സന്തോഷം ലോകത്താർക്കും തള്ളിക്കളയാൻ പറ്റില്ലെന്നേ. ഇതെന്താ സന്തോഷം എന്നറിയോ? വേദനകളിൽ സന്തോഷിക്കാൻ പറ്റും, അതാണ് ദൈവം തരുന്ന സന്തോഷം. സഹനങ്ങളിലും സന്തോഷിക്കാൻ പറ്റും, തകർച്ചയിലും തളർച്ചയിലും
ജീവിതം കടബാധിതയാൽ മുങ്ങിപ്പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്, ദൈവം തരുന്ന സന്തോഷമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരൊക്കെ അങ്ങ് മാറ്റിവെക്കുക. എന്നിട്ട് നമ്മുടെ കർത്താവിൻ്റെ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് കരഞ്ഞ് തീർക്കണോ അല്ലെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കണോ നിങ്ങൾ തീരുമാനിക്കണം. കരഞ്ഞ് തീർക്കണ്ട എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കണ്ണുനീര് തുടക്കണം. ഇനി കരയില്ല എന്നുള്ള തീരുമാനത്തോടെ സന്തോഷത്തോടെ അവിടെ നിന്ന് എഴുന്നേക്കണം. കർത്താവിന് വേണ്ടി മുമ്പോട്ട് പോകണം. അതിനുള്ള ശക്തി കർത്താവ് നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട, ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിലൂടെ ഈ ലോകം മുഴുവനിൽ നിന്നായി, ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ നിയോഗമായി അർപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. അവരുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ കർത്താവേ. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ചില വിഷയങ്ങളിൽ മേൽ കടബാധ്യത, ഞെരുക്കം, രോഗം, ജീവിത പങ്കാളിയുടെ വഴിവിട്ട ശീലങ്ങള്, വഴിതെറ്റിപ്പോകുന്ന മക്കള്, ബാല്യങ്ങള്, യുവതലമുറ, ഇങ്ങനെയുള്ള അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മേൽ കർത്താവേ നീ ഇടപെടണമേ. അങ്ങ് അവരുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമേ. അങ്ങയുടെ തിരുഹിതം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറുന്നുണ്ടോ എങ്കിൽ നിങ്ങളിതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക് ഇത് കൊടുക്കണം. നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കോളേജിലും സ്കൂളിലുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ അക്കൗണ്ടിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന് വലിയൊരു അനുഗ്രഹം കർത്താവ് തരും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിലൂടെ ലോകം മുഴുവനുമുള്ള ആളുകൾ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 24 മുതൽ 27 വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന 27ാമത്തെ ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെ കുടുംബസമേതം ബ്രദറെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ക്ലാസ്സൊന്നുമില്ല, വെക്കേഷനാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങ് കയറി പോന്നേക്ക് കേട്ടോ. താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ ഫാമിലിയുടെ എല്ലാ മെമ്പേഴ്സിൻ്റെ പേരുകൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. എന്നാലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ആദ്യം ബുക്ക് ചെയ്യുന്നവരെ ആയിരിക്കും ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തോ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളെ കാത്തിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നേരിട്ട് കാണാം, ദൈവത്തെ ആരാധിക്കാം. അടുത്ത ദിവസം അടുത്ത സമർപ്പണ പ്രാർത്ഥനയെ നമ്മൾ വീണ്ടും കാണും. അതുവരെ കർത്താവിൻ്റെ തിരുസന്നിധി നമുക്കായിരിക്കാം. കർത്താവിൻ്റെ കരം നമ്മളെ പൊതിഞ്ഞു പിടിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.